ഒരു ഉത്സവം കൂടാൻ പോയാലോ? രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റു, അയൺ ചെയ്ത് ഇതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. തൊട്ടടുത്ത് നടക്കാനുള്ള ദൂരത്തിലാണ് അമ്പലം. ഇതാ ചെങ്ങുംകാവ് ഭദ്രകാളി ക്ഷേത്രം എന്നാണ് പേര്. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാ അമ്പലം മൊത്തം ലൈറ്റും കൊണ്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായി. അങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു, പ്രസാദമൊക്കെ കിട്ടി. ഈ അമ്പലത്തിലെ മെയിൻ ഒരു വഴിപാടാണ് പറ നിറയ്ക്കൽ. അങ്ങനെ ഞാനൊരു മഞ്ഞൾപ്പറ നിറച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇന്ന് മെയിനായിട്ടും പകലായിട്ടാണ് പരിപാടി. പക്ഷേ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു പല്ലൊക്കെ എടുത്തു. ഫൈനലി ഈവനിങ് ആയ സമയത്ത് ഞാനിതാ വീട്ടിലേക്ക് എത്തി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഫൈനലി അമ്പലത്തിലേക്ക് എത്തി. വന്ന സമയത്ത് ഇതാ വാദ്യമേളമൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കുറച്ച് കണ്ടു. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മുടെ അവിടെ കോമഡി ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജയനൊക്കെ കണ്ടോ? അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഷോ ആയിരുന്നു ഇത്. കൃഷ്ണനും രാധയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തോരം ടാലൻ്റ് ആണല്ലേ. അങ്ങനെ എൻ്റെ കണ്ണ് നേരെ പോയത് ഉത്സവപ്പറമ്പിലേക്കാണ്. ഒരു മോതിരം കണ്ടു, അതെടുത്തു. പിന്നെ ഞാൻ ആനേനെ കുറേ നേരം നോക്കുമ്പോൾ എനിക്കൊരു ആനപ്പെണ്ണാണ് കണ്ടത്. ഞാൻ ഫൈനലി ആനേനെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പം നോക്കുമ്പോൾ ഉണ്ട് വരവ് വരുന്നു. അപ്പം വരവിൻ്റെ കൂടെ തന്നെ കെട്ടിയ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നാട്ടുകാരുടെ വക കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 2 മണിയായി. ഓക്കെ, ടാറ്റാ ബൈ.